ഇടയ്ക്ക് വെച്ച് ഈ ചെന്താമരയുടെ ഫോൺ ഓണായി എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. ആ സിം കാർഡ് ലൊക്കേറ്റ് ചെയ്തത് തിരുവമ്പാടിയിലാണ്. അവിടെ അയാൾ കുറച്ചു കാലം ക്വാറി തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കോഴിക്കോടും വ്യാപകമായ തിരച്ചിൽ നടക്കുന്നുണ്ട്. കൂമ്പാറ, തിരുവമ്പാടി, കൂടരഞ്ഞി ഭാഗങ്ങളിലാണ് പോലീസിന്റെ തിരച്ചിൽ. രാഹുൽ KV കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, എല്ലാ രീതിയിലും ഒരു പഴുതടച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഇന്ന് തന്നെ ഈ പ്രതിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അവിടുത്തെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? തീർച്ചയായും ആ ഫോണിന്റെ ലൊക്കേഷൻ ലഭിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വ്യാപക തിരച്ചിലേക്ക് പോലീസ് കോഴിക്കോട് ജില്ലയുടെ ഈ മേഖലയിലേക്കും കടന്നിട്ടുള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ കൂടരഞ്ഞി കൂമ്പാറയിലെ മാതാ ക്വാറിയിലേക്കുള്ള വഴിയാണ്. ഇവിടെ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ചെന്താമര ഇവിടെ ജോലി ചെയ്തിരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഈ സ്ഥലത്തേക്ക് പരിശോധനയ്ക്കായി വന്നിട്ടുള്ളത്. 2023 പകുതിയോടുകൂടി ഇവിടെ ജോലിക്കായി വന്നു. സെക്യൂരിറ്റി ജീവനക്കാരനായാണ് ജോലി ചെയ്തത്. 2024 കഴിഞ്ഞ ഡിസംബർ വരെ ഇവിടെ ജോലി ചെയ്തിരുന്നു എന്നതാണ്. ഇവിടുത്തെ ഒരു സുരക്ഷാ ജീവനക്കാരൻ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒരു മൊബൈൽ ഫോൺ ഓണായി എന്ന് പറയുന്നു. ആ ഫോൺ നിങ്ങൾക്ക് തന്നിട്ട് പോയി എന്നാണോ നേരത്തെ പറഞ്ഞത്? അതെ അതെ, എനിക്ക് ആ ഫോൺ അയാൾ പോകുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്ക് വെച്ചോ എന്ന് പറഞ്ഞ് തന്നിട്ട് പോയതാ. അല്ലാതെ എനിക്ക് അയാൾ കൊലപാതകമാണ് എന്താണെന്ന് എനിക്കറിയില്ല. അതായത് ഇപ്പോൾ ഓണായി എന്ന് പോലീസ് പറയുന്ന ഫോണ് നിങ്ങളുടെ കൈവശമാണ്? എൻ്റെ കയ്യിലുള്ളത് അയാൾ തന്ന ഒന്ന് വെറും ഫോണാ. സിമ്മുള്ളത് അത് എൻ്റെ സ്വന്തം സിമ്മാണ്, എൻ്റെ പേർക്കുള്ള സിമ്മാണ്. അല്ലാതെ വേറൊന്നും എൻ്റെ കയ്യിൽ അയാളുടെ ഒരു കാര്യം നമുക്കറിയില്ല. അല്ലാതെ പോയി കോറിയുള്ള ബന്ധങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ. നമ്മൾ ഡ്യൂട്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും, പറയും. അതിലെ ബന്ധങ്ങളല്ലാതെ വേറൊന്നും എനിക്ക് അയാളെ കുറിച്ച് അറിയില്ല. ഇപ്പോൾ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ? വാർത്തകൾ കാണുമല്ലോ. ചിലപ്പോൾ ഇത്രയും നിങ്ങൾ എന്നെ പേട്ടിയെടുത്ത അരസിക്ക് എല്ലാവരും കാണണമല്ലോ. ഇതാണ് സംഭവം. അല്ലാതെ എനിക്ക് അയാൾ മറ്റ് കടന്നകാല ബന്ധങ്ങളൊന്നുമില്ല. ഈ കോറിയുള്ള ബന്ധമാണ്. ഞാൻ വരുമ്പോൾ അയാൾ ഇവിടെ ഡ്യൂട്ടിയിലുണ്ട്. അങ്ങനെ പരിചയമുള്ള ബന്ധം തന്നെ. അല്ലാതെ എനിക്ക് അയാൾ യാതൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. പോകുന്ന സമയത്ത് താങ്കൾക്ക് മണികണ്ഠൻ ചേട്ടന് ഫോൺ തരാൻ എന്താ കാരണം? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രണ്ട് പോസ്റ്റിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു 6-7 മാസം പരിചയപ്പെട്ട അയാൾ പെട്ടെന്ന് പണി നിർത്തി പോകുമ്പോൾ ഒരു സൗഹൃദ ബന്ധത്തിൽ ആൾ തന്നു. ഞാനത് മേടിച്ചു, അത്ര തന്നെ. അല്ലാതെ വേറൊന്നുമില്ല. ഇവിടെ ജോലി ചെയ്യുന്ന സമയത്തുള്ള സ്വഭാവവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? സ്വഭാവം പറഞ്ഞാൽ ഇപ്പോൾ അയാളുടെ സ്വഭാവം പറഞ്ഞാൽ അതൊരു പ്രത്യേകതരം ക്യാരക്ടറാണ്. അതൊന്നും നമുക്കറിയില്ല. എന്താ ഒന്ന് പറഞ്ഞ രണ്ടിനെ അയാൾ എന്താ പറയുക, ഒരു കൊട്ടേഷൻ ടീമിനെ പോലെ അയാൾ സംസാരം. അതുകൊണ്ട് അധികം സൗഹൃദങ്ങൾ ഞാൻ വയ്ക്കില്ല. എന്താ ഞാൻ ഇങ്ങനെ ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് കിടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഇയാൾ ഇവിടെ തന്നെ എനിക്ക് വിളിച്ച് പറയും, ഇന്ന നമ്പർ ഇത്ര നമ്പർ വണ്ടി വരുന്നുണ്ട് എന്ന് ഓഫീസിൽ വിളിച്ച് പറയാം. അപ്പോൾ ഞങ്ങൾ വിളിച്ച് പറയും. അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലാതെ വേറൊന്നുമില്ല. ഇങ്ങനെ കൊലക്കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായോ? അത് അയാൾ ഇവിടെ വന്ന ശേഷം എന്നോട് പറഞ്ഞത്. എന്താ കേട്ടാ, ഒരു ദിവസം ഞങ്ങളിങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഞാനെങ്ങനെ ഒരു കേസിൽ പെട്ട് അങ്ങനെ ജയിലിൽ കിടന്നിട്ട് വന്നാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ കാരണം ചോദിച്ചപ്പോൾ ഇങ്ങനെ ചെറിയൊരു എൻ്റെ വളർച്ചനെ താത്താൻ വേണ്ടി ഇങ്ങനെ ഒരാൾക്കാർ ചെയ്തു, തൊട്ട വീട്ടുകാർ ചെയ്തു. അപ്പോൾ അതിലാണ് ഒരാളിനെ ഞാൻ തട്ടിയത്. ഇനി 2 കൂടി ഉണ്ട്, അതിനും കൂടി ഞാൻ പൂസിയിട്ട് മരിക്കുള്ളൂ വേണ്ട പുള്ളി ഇവിടെ നിന്ന് പോയത്. 2 പേരെ കൊലപ്പെടുത്തുന്നു പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്? അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ അയാളെ കുറിച്ച് നമുക്ക് ഈ യൂട്യൂബിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് സത്യാവസ്ഥ. അല്ലാതെ അയാളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അല്ല, ഇവിടുന്ന് പോകുമ്പോൾ തന്നെ 2 പേരെ കൊല്ലണം എന്ന് പറഞ്ഞിരുന്നു? പറഞ്ഞിരുന്നു. എന്നിട്ടാണ് അയാൾ ഇവിടുന്ന് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ വയസ്സായ കാലത്ത് നിങ്ങൾ ഒന്നിനെ കൈവത്തം ചെയ്തില്ലേ, ഇനി അതോടെ വിടിയും എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ലടാ, എൻ്റെ കുടുംബം തകർത്ത് തന്നെ ഞാൻ 2 കൂടി ഉണ്ട്, അതിനും കൂടി ഞാൻ തകർക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അയാൾ മരിക്കുള്ളൂ പറഞ്ഞിട്ട് അവിടെ പോയത്. അതും ആൾ ആവശ്യത്തിയായിട്ട് പോയത് ഇവിടുന്ന്. സുഖമില്ലാതെ ആൾ ഒരാഴ്ചയായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല. ഇവിടെ ഹോസ്പിറ്റലിൽ കൂടരഞ്ഞി ഹോസ്പിറ്റലും തിരുവമ്പാടിയിലും ഒക്കെ കാണിച്ചു. അതിൻ്റെ എല്ലാം ഭേദം കൊണ്ടാണ് അയാൾ പോയത് ഇവിടുന്ന്. അത്രമാത്രമേ നമുക്കറിയുള്ളൂ. പിന്നീട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ സംഭവം അറിയാം. ഇവിടുന്ന് പോയിട്ട് 1 മാസമായില്ലടാ. എന്നാ ഇവിടുന്ന് പോയിട്ടാ ഡിസംബർ 2 മാസമാവും. പോയതിന് ശേഷം ഇങ്ങോട്ട് വന്നിരുന്നോ? വന്നിട്ടില്ല. പിന്നെ വന്നിട്ടൊന്നുമില്ല. പിന്നെ അയാളുമായിട്ട് യാതൊരു വിവരവും നമുക്കില്ല. അത്രേ ഉള്ളൂ. ഏതായാലും ഫോൺ ഓണായി എന്ന് പറയുന്നത് നിങ്ങളുടെ കൈവശം തന്ന ഫോണാ, ഏൽപ്പിച്ചോ അല്ലെങ്കിൽ തന്ന ഫോണാ അല്ലേ? അതെനിക്കറിയില്ല ടോളി. നമ്മളെ തന്ന ഫോൺ ഓൺ ചെയ്തതൊന്നും അത് നമുക്കറിയില്ലല്ലോ എങ്ങനെ ഓണായത്. അത് എൻ്റെ സിമ്മാണ്. ഞാനതിന് എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അങ്ങനെ വിളിക്കുന്നതല്ലാതെ വേറെ ഒന്നുമില്ല. ഫോൺ പിന്നെ ഓഫ് ചെയ്തോ നിങ്ങൾ? ഞാൻ ഓഫ് ചെയ്യുന്ന കാര്യം എൻ്റെ സിമ്മല്ലേ അത്. ഞാനത് ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. പോലീസ് വന്ന ഇപ്പോൾ നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിച്ചു? എൻ്റെ അടുത്ത് ഇതന്നെ ചോദിച്ചത്, എങ്ങനെ മണികണ്ഠൻ എങ്ങനെ ഇയാളെ പരിചയം ചോദിച്ചു. അപ്പോൾ ഞാൻ മാതാ കോറിയിൽ
ഇങ്ങനെ ജോലിക്ക് വന്ന ശേഷം ഇങ്ങനെ പരിചയപ്പെട്ട ബന്ധം തന്നെ ഉള്ളൂ സാർ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. പോലീസ് ഇപ്പോൾ ഏതായാലും ക്വാറിയിൽ അകത്തൊക്കെ ആയിട്ട് പരിശോധന നടത്തുകയാണല്ലോ. അവിടെയുള്ള ആളുകളൊക്കെ ആയിട്ട് ഈ ചെന്താമര പരിചയത്തിലുള്ള ആളായിരുന്നു. പറഞ്ഞാൽ അയാൾ ഇവിടെ വന്നിട്ട് 1 വർഷമായില്ലേ, അപ്പോൾ അയാൾക്ക് ഇവിടെയുള്ള വരുന്ന സുമാറുള്ളവരൊക്കെ ഡ്രൈവർമാരൊക്കെ അറിയാം. അപ്പം ഞാൻ ആ രീതിയിലുള്ള ഇവിടെ എങ്ങനെയും വരാൻ സാധ്യതയുണ്ട് കൊണ്ട് അവർക്ക് അറിയണം, തിരച്ചിൽ നടത്തണ്ടല്ലോ, വേറെ ഒന്നുമല്ല.